ഈ കാണുന്ന വെറും വെള്ളമല്ല ഗൈസ്, ഈ കാണുന്നത് വെള്ളം വീണിട്ട് ഐസ് പിടിച്ച് കിടക്കുന്നതാണ്. ഇത് നോക്കൂ, ഇതുണ്ടോ മൊത്തം ഐസാണ്. എന്തല്ലേ നമ്മൾ കമ്പിട്ടൊന്ന് അടിച്ചു നോക്കാൻ പോകണം. ഇത് പൊളിഞ്ഞ് ഇവിടെ മൊത്തം താഴോട്ട് പോട്ടെ, ഒരു രക്ഷയില്ല. ഇവിടെ അടി, ഇവിടെ അടി, അമ്മേ എന്താ ഇവിടെ അടി, അവിടെ അടി, ഒരു രക്ഷയില്ല. ഉണ്ടോ നീ കടിച്ചു പാതി തന്നു കുഞ്ഞു കിനാവിൻ കണ്ണിമാങ്ങ. സൈക്കോ ആണല്ലോ. ഞാൻ ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പരിപാടി? നമ്മൾ ചുമ്മാ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്, നമ്മുടെ ഒരു ഷോപ്പിങ്ങും അങ്ങനത്തെ നമ്മുടെ ഒരു പരിപാടി. ഇന്ന് ഞാനുള്ളത് ഇവള് താമസിക്കുന്ന സ്ഥലത്താണ്. അതെ, ഞങ്ങൾ പണ്ടത്തെ വീഡിയോ പറഞ്ഞു വിട്ട് ഞങ്ങൾ UK രണ്ടിടത്താണ് താമസിക്കുന്നത്. സോ അതുകൊണ്ട് ഇവള് താമസിക്കുന്ന സ്ഥലത്ത് ഹള്ളയിലാണ് ഉള്ളത്. അപ്പം ഹോം ടൂറൊക്കെ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ഥലത്താണ് ഒരു കെയർ ഹോമിലാണ് ഇവള് താമസിക്കുന്നത്. ഈ കെയർ ഹോമിനകത്താണ് ഞങ്ങൾ. ഇല്ലില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കെയർ ഹോം മാറ്റിയിട്ട് റെനോവേറ്റ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർക്ക് വേണ്ടി ടെനൻസ് താമസിക്കാൻ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മൊത്തത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടിപൊളി വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ പൂട്ടി ഇറങ്ങിയാണ്, നല്ല വെയിലുണ്ടല്ലേ, പക്ഷെ പുറത്തെ ടെമ്പറേച്ചർ -2 ആണ്. ആദ്യമായിട്ട് ഇവിടെ രാവിലെ കാണുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നോണ്ടേ എന്ത് സ്വർഗോ ഇടക്കിടക്ക്. ഓ മൈ ഗോഡ്, ടു മച്ച് സ്റ്റാർ. നീ താക്കോൽ എടുത്തല്ലോ അല്ലേ? നമ്മുടെ കെയർ ഹോമിനകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. അല്ല, പണ്ടത്തെ മഞ്ഞായിരിക്കും. നീ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. ഇത് കാണൂ ഗൈസ്, നല്ല അടിപൊളി സ്റ്റെയർ ആട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റെയർ. ഇതുണ്ടോ, നല്ല റിച്ച് ലുക്കാണ്. നമ്മൾ പറയുന്നത് തന്നെയാണ്, ഇതിൻ്റെ പുറത്തൊക്കെ മഞ്ഞ് വീണ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുകയൊക്കെ വരുന്നൊരു ദിവസമാണ്. അപ്പം അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇവളുടെ അടുത്തുള്ള റെസ്റ്റോറൻ്റ് അല്ലല്ലോ, സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാണാം. അതുകൊണ്ട് അയ്യോ ഇതെല്ലാം ഫ്രോസ്റ്റ് ആയല്ലോ, ചൂടുവെള്ളം വേണം. ഇനി ഇവളെ വിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളം അടുപ്പിക്കാം. എങ്ങനെയാണ് പൊന്നു പെട്ടെന്ന് പോയിട്ട് ടപ്പേന്ന് ചൂടുവെള്ളം എടുത്തോണ്ടായിരുന്നു നമുക്ക് കാണാം. ഇത് ഞാൻ കാണിച്ചാൽ ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മുടെ വണ്ടിയല്ലേ, അടുത്ത് കിടക്കുന്ന വണ്ടി. ഇതുണ്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാണ്ട്, ഇതെല്ലാം മഞ്ഞാണ് കണ്ടോ, മഞ്ഞ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വണ്ടി കാണിച്ചാലോ, നോക്കൂ നമ്മുടെ വണ്ടി ഫ്രീസായിരിക്കുന്ന കണ്ടോ. ഇതൊക്കെ കണ്ടോ, ഭീകരം, കൊടും ഭീകരം. ഇതെല്ലാം ഇത് മറ്റേ മഞ്ഞല്ല കേട്ടോ, ഇത് ഐസ് പിടിച്ച് ഫ്രോസൺ ആയിരിക്കും. എന്തായാലും എനിക്ക് എന്താ നീ ചെയ്യാൻ പോന്നെ, റോഡേ വരെ മഞ്ഞ്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഗ്ലാസ് ഇരിക്കുന്നുണ്ടോ. ഇത് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇതെല്ലാം പോകാനാ പാട്. നമ്മൾ ഡീ ഐസർ ഇട്ടടിക്കുകയാണ്. ഓ, ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ആണ് കൂടുതലുള്ളത്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോൾ അല്ല, മറ്റേ സാനിറ്റൈസറിലെ പോലത്തെ ആൽക്കഹോൾ. അപ്പോൾ നമ്മൾ മാപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കേ കുഞ്ഞു, ഡ്രൈവർ, വാട്ട് ഡു യു തിങ്ക്? ഈ മഞ്ഞിനകത്തൂടെ പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മഞ്ഞൊന്നും ഇല്ല ബേബി, കാര്യം നിങ്ങൾക്കറിയാം, ഇവിടെ തൊട്ടടുത്തൊരു അസ്ത തൊട്ടടുത്ത് ഒരെണ്ണമുണ്ട്. പക്ഷെ അത് പോരാഞ്ഞിട്ട് ഇവർക്ക് വായി നോക്കാൻ വേണ്ടിയിട്ട് അല്ല പെരുത്ത അസ്ത ദൂരെയുണ്ട്, ഒരു 15 മിനിറ്റ് ദൂരം. അത്രയും ദൂരം ഇനിയിപ്പോൾ വണ്ടി പിടിച്ച് ഞങ്ങൾ പോകാൻ പോവാം. അതവിടെ നമുക്ക് കുറേ സ്ഥലം, നല്ലൊരു മാറ്റ്ലാൻ ഉണ്ട്, അടുത്തൊരു B&M ഉണ്ട്. എടുത്തോട്ടാവും അതല്ലേ, ഷോപ്പിങ്ങും ഡ്രസ്സിന്റെ ഷോപ്പിങ്ങും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ട് ഓപ്പോസിറ്റ് ഒരു പാർക്കാണിത്. എന്നും നല്ല പച്ചപ്പ് വിരിച്ച് നാട്ടുകാരൊക്കെ ഓടാൻ പോകുന്ന നല്ല സുന്ദര സുരഭിലമായ സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മഴ വീണിട്ട് ഇവിടെ മൊത്തം ഫ്ലഡ് ആയിരുന്നു. അതായത് ഇവിടെ മൊത്തം വെള്ളം. നാട്ടിലൊരു ഫ്ലഡോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ മറ്റേ മാക്രിവിടുത്ത വെള്ളപ്പൊക്കം എന്നൊക്കെ പറയത്തില്ല. പക്ഷെ നോക്ക്, ഈ പാർക്ക് മൊത്തം വെള്ളം നിറഞ്ഞു നിൽക്കുക. പക്ഷെ ഇപ്പൊ ഞങ്ങളിത് കാണിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് ഈ കാണുന്ന വെറും വെള്ളമല്ല ഗൈസ്, ഈ കാണുന്നത് വെള്ളം വീണിട്ട് ഐസ് പിടിച്ച് കിടക്കുന്നതാണ്. ഇത് നോക്കൂ, ഇതുണ്ടോ, ഇതാ വെള്ളത്തിന്റെ മുകളിൽ ഇതുണ്ട്, ഇതാണ് കര. വെള്ളം നോക്ക്, നമുക്ക് സ്കേറ്റ് ചെയ്ത് കളിക്കാൻ തോന്നുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ വെച്ച് നോക്ക്. അതാണ്, പക്ഷെ അതിനടി വെള്ളമുണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെ മുമ്പ് ഇവിടെ ചവിട്ടിയൊരു സാധനമുണ്ട്. നീ അപ്പുറത്തൊന്നും ചവിട്ടി നോക്കി നോക്ക്, ചവിട്ടിയിട്ട് പോലും പൊട്ടില്ല. കാണിച്ചു തരാവേ.
ഒരു രക്ഷയില്ല. ഞാനിവിടെ ചവിട്ടിയോ അത് വെള്ളം തന്നെ പിടിക്കാൻ നിർത്തിയില്ല. ഇത് കണ്ടോ ഐസ്? അത് ഇവിടെ മാത്രമല്ല ഐസ്, ഈ ഗ്രൗണ്ട് മൊത്തം നിങ്ങൾ കാണുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇതൊന്നും വെള്ളമല്ല, ഇത് മൊത്തം ഐസാണ്. എന്താല്ലേ കണ്ടോടനെ ഞങ്ങൾ പൊക്കൊണ്ടിരുന്ന ഞങ്ങൾ ചാടി ഇറങ്ങി ഇത് ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ കമ്പിട്ടൊന്ന് അടിച്ചു നോക്കാൻ പോകണം. ഇത് പൊളിഞ്ഞ് ഇവിടെ മൊത്തം താഴോട്ട് പോട്ടെ. ഒരു രക്ഷയില്ല. ഇവിടെ അടി ഇവിടെ അടി ഈ അമ്മേ എന്താ ഇവിടെ അടി അവിടെ അടി. ഒരു രക്ഷയില്ല കണ്ടോ, അടിച്ചിട്ടൊന്നും ഒരനക്കം ഇല്ല. ഡർട്ടി എന്താ? ഓ ഇതെന്താ കിടക്കോന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂക്കും കുത്തി തട കിടക്കാൻ സാധ്യതയുണ്ട്, നടുവേന വരും, അതാണ് ഒരു പ്രശ്നം. ഒരു രക്ഷയില്ല ഗൈസ്, ഭീകരം. ഒന്ന് വീണ തീർന്നു, നിർത്തിക്കോ. വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്റെ സ്ഥലമല്ലേ, കാണാത്ത പലതും കാണുന്നുണ്ട്. നിന്നെ എനിക്ക് ലീഡ്സിൽ കിട്ടണം കേട്ടോ. ആ ലീഡ്സ് നിന്റെ സ്ഥലമല്ലല്ലോ ഇനി മോല്. ലീഡ്സിലുള്ള എല്ലാവരും ഇത് കാണണം ഇവള് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യണമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം കാണുന്ന സമയത്ത് ഇത് ഇവിടെ വണ്ടിയിനകത്തെ AC ഓണാക്കി ഇട്ടിട്ട് നമ്മൾ എയർ കണ്ടീഷനിങ് ഓണാക്കി ഇട്ടിട്ട് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ഈ ഹള്ള ഏരിയയിൽ ഒരു സ്ഥലമുണ്ട്. ഈ ഹള്ളി താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സ്ഥലത്ത് എന്തോ ഈ ഏരിയ ഇവിടെ അപ്പുറത്തൊരു ഫാക്ടറി പോലെയാണ് കാണാൻ പറ്റും. അതിന്റെ ഇടത്തോടെ എന്തോ ഒരു ഫാക്ടറിയോ ഒരു റീസൈക്ലിംഗ് സ്ഥലമോ അങ്ങനെ എന്തോ ആണ്. ഇത് എപ്പോ ഈ വഴി പാസ് ചെയ്താലും ഒരു വൃത്തികെട്ട മണമാണ്. ഞാൻ പിന്നെ കാറിനകത്ത് റീസർക്കുലേഷൻ ഓണാക്കി. പക്ഷെ ഓൾറെഡി ഇതിനകത്ത് ഒരു നിമിഷം വൈകിപ്പോയി. ഞാനത് ഓർത്തില്ല ഇതിനെ കുറിച്ച്. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു പോയതാണ്. പണ്ടാരം UK ആണത്ര UK. അപ്പൊ നമ്മള് നമ്മുടെ വലിയ സ്ഥലത്തിരിക്കുകയാണ്. അതിനടുത്ത് തന്നെ KFC ഒക്കെ ഉണ്ട് കേട്ടോ. KFCയുടെ ബോർഡ് കാണിച്ചിട്ട്. അങ്ങനെ ഹള്ളിലെ ഇവരുടെ പ്രാന്തപ്രദേശം ഗ്രാമപ്രദേശമായ ഹള്ളിലെ എന്തോ ഒരു ലോക്കൽ സ്റ്റോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതൊക്കെ അങ്ങ് ലീഡ്സിൽ വരണം. ലീഡ്സിലൊക്കെയാണ് കടകൾ. ഇവിടൊക്കെ ഒരു കടയാണ്. എത്ര നാൾ ഇനി ഈ തള്ളുകൾ ഞാൻ സഹിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അസ്റ്റലോട്ട് കയറാൻ പോവാണ്. നമ്മുടെ ഏറ്റവും വലിയ കാര്യമല്ല, നമ്മളൊരു ആ ഒരു ലഡാക്ക് സാധനം നമ്മൾ മേടിച്ച് ടെമൂന്ന് മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ആ സാധനം. അതായത് ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ക്യാഷ് ഇടണ്ട. നമ്മുടെ കീ ചെയിൻ പോലെ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഈ സാധനം കീ ഇടേണ്ട സ്ഥലത്ത് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് ഈ സാധനം ഇങ്ങനെ ഇടുന്നു, ഇത് വരുന്നു, ഇങ്ങനെ വലിക്കുന്നു, ഈ സാധനം എടുക്കുന്നു. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മുടെ ഫോൺ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഫോൺ നമ്പർ ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് ഓക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കും. ഈ സാധനം ഇതാണ് അതിനകത്ത് പേര്, എൻ്റെ പേര് ഇത് കാണിക്കും. നോക്ക് കണ്ടോ, ഇത് പറയും ഹലോ സ്റ്റെഫി കണ്ടോ, ഹലോ സ്റ്റെഫി. അത് നമ്മൾ ട്രോളിക്കകത്ത് നമ്മുടെ സ്കാനറും വെച്ചോണ്ട് പോകണം. ഈ സ്കാനറിനകത്ത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് സ്കാൻ ചെയ്യേണ്ട. ഇതുകൊണ്ട് ചുമ്മാ ഡയറക്റ്റ് പേ ചെയ്യാം. ചിലപ്പോൾ ചില സമയത്ത് ക്വാളിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ റാൻഡായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഷോപ്പിങ്ങിൻ്റെ കാർട്ടങ്ങ് വലുതായി പോയി. ഇതുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഇതുവരെ എത്രയെന്ന് കാണിക്കൂ. ഇതുവരെ നമുക്ക് 45 പൗണ്ടായി. എന്ത് പറയുന്നു പൊന്നു? ഇതൊക്കെ വല്ലപ്പോഴും ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളല്ലേ? അങ്ങനെയല്ല, വല്ലപ്പോഴും നമ്മൾ മേടിക്കേണ്ട സാധനങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മേടിച്ച സാധനത്തിൻ്റെ പേരിൽ നമ്മൾ മനദുഃഖിതരായി കുണ്ഠിതരായിരിക്കുകയാണ്. മലയാള വാക്കുകളല്ലേ. ഞങ്ങളങ്ങനെ വാങ്ങിച്ച് ട്രോളിയെക്കാട്ടിലും ഒരുപാട് മുകളിലേക്ക് വാങ്ങിച്ചു. കൂടുതലും വെള്ളമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് ചെക്കൗട്ട് ചെയ്യുന്ന സാധനം ഇതുണ്ട്. ഇത് വെച്ച് ഈ ഗണ്ണ് വെച്ചിട്ട് ഇതിലോട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം അതിനകത്ത് ഇമ്പോർട്ടാണ്. അവിടെ പ്രോസസ്സിങ് നേരി കാണിച്ചിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം അവിടെ നമുക്ക് ലാസ്റ്റ് പേ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ഗൈസ്, സ്ത്രീ ശാക്തീകരണം വേണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ, സ്ത്രീ ശാക്തീകരണം ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കുറച്ച് ഡേഞ്ചറസ് ആണ്, ഓവർലി ഫിൽഡാണ്. നിന്നെ കണ്ടിട്ടാണ് ഗീക്കി അടിച്ചത്. ഞങ്ങൾ സാധനം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഗീക്കി അടിച്ചു. പണ്ട് നമ്മുടെ
അക്കരയ്ക്കകത്തേ മറ്റേ ശ്രീനിവാസൻ ഇറങ്ങിയായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു, അതായത് ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്, -2 0 എങ്ങാണ്ടാണെങ്കിലും നല്ല വെയിലുള്ളതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗാണ്. ഞാൻ പിടിക്കണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? മനസ്സിലായോ? അതാണ് സ്ത്രീ ശാക്തീകരണത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പൊന്നു എന്നും. എന്താ പൊന്നു? അങ്ങനെ നമ്മൾ കമോൺ ഇതുപോലെ കള്ളൻ സ്ത്രീ ശാക്തീകരണം എഴുതി കാണിച്ചിട്ട് മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കലാണ് ഇവിടെ പരിപാടി. ഈ സാധനം മൊത്തം ഇനി നിങ്ങളുടെ ആ 2ാം നില വരെ നമ്മൾ പിടിച്ച് കയറ്റണ്ടേ? ഇതിപ്പോ എത്ര ലിറ്റർ ഉണ്ട്? ഒരു 4-5 ലിറ്റർ ഉണ്ട്. അതെ. ഓ ഞാൻ എടുക്കടി. ഇത് ഞാൻ എടുത്തു വെക്കാം. നീ ഇത് പിടിക്ക്. അല്ല വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. അതും പിടിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ ലീഡ്സിലെ നല്ല സുന്ദരമായ വെള്ളത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പാവം. അതാണ് എന്ത് രുചിയാണ് ലീഡ്സ്. ഞാൻ പോകുമ്പോഴേ വീക്കെൻഡിൽ വെള്ളം കുടിക്കാൻ ഓടിപ്പോകുന്നത്. ആദ്യം നല്ല ടേസ്റ്റാണ് ലീഡ്സിലെ വെള്ളത്തിൽ. ഇത് ഒഴിവാക്കാമായിരുന്ന സാധനമായിരുന്നു. ഞാൻ 2 സോപ്പ് പൊടിയും ഒരു മണക്കണ ലിക്വിഡും വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഇതാര് വെക്കും പിന്നെ? അത് ബാക്കി നീ ഇവിടെ പാക്കിംഗ് സ്റ്റാർ ആരാ നമ്മുടെ കൂട്ടത്തിലെ? നീയല്ലേ? അങ്ങനെ നമ്മൾ ഇവരുടെ ഹള്ളിലെത്തി. ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഇങ്ങനത്തെ ബിൽഡിങ്ങുള്ള കേട്ടോ, നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ നാട്ടിൽ നമ്മൾ ലുലു മാൾ പോലെ പക്ഷെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ കാറ് ലുലു മൾട്ടി സ്റ്റോറി ആണോ ആന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പണ്ട് 2 പ്രാവശ്യം പോയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. നാട്ടിലെ പോലത്തെ നൈസ് പാർക്കിങ്ങാണ് സൗകര്യം. അങ്ങനെയല്ല, കാറും കൊണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴത്തേ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഹള്ളിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കേട്ടില്ല? കുറേ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ചുമ്മാ അങ്ങനെ വഴിതെറ്റി കയറണ്ട. വേണ്ട, ഇത് വേണ്ട. നല്ല പ്രതീക്ഷയല്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതുപോലെ ഔട്ട്ലെറ്റുകൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ. നമ്മുടെ ലീഡ്സിലാണെങ്കിൽ മറ്റേ ഇതുണ്ടായിരുന്നു, എന്താ നമ്മുടെ നൈക്കിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്, നെക്സ്റ്റിൻ്റെ ഉണ്ട്. ഇവിടെ സ്കെച്ചേഴ്സിലാണ് നമ്മൾ പോകുന്നത്. സ്കെച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ പണ്ട് നമ്മൾ കുറച്ച് നൈക്കായിരുന്നു പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവളാണ് എനിക്ക് സ്കെച്ചേഴ്സ് നീയാ, പക്ഷേ അതെനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ അപ്പം ഇവളെന്നോട് ഒരു ദിവസം പറഞ്ഞു ചുമ്മാ സ്കെച്ചസ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു ഹള്ളിൽ വന്നപ്പം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്കെച്ചസ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്കെച്ചസ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഭയങ്കര ഫാൻസായി. ഇപ്പം ഞങ്ങൾ ഇവക്കും, ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന സ്കെച്ചസാണ്, ഇവക്കും ഒരു സ്കെച്ചസ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഇല്ല മന്നു? ഇതുണ്ട്, ഇത് സ്കെച്ചസിൻ്റെ ഷൂ ആണ്. അത് വൃത്തിയാക്കാമല്ലോ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷൂകൾ നോക്കുവാണ്. ഇതെല്ലാം വുമൻസിൻ്റെ സെക്ഷനാണ്. ഏത് ടൈപ്പ് ഷൂ ആണ്, ഏത് കളറാണ് നീ നോക്കുന്നത്? ഓഹോ, അങ്ങനെ ഒരു കളറുണ്ടോ? ഓക്കെ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഷൂ എന്ന് പറഞ്ഞാൽ ആർച്ച് ഫിറ്റ് ഉള്ളതാണ്. അതായത് നമ്മുടെ കാലിനൊക്കെ വേദനയൊക്കെ ഉള്ളവർക്ക്, മിക്കറും ഈ നിന്നോണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലല്ല സപ്പോർട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ 100% ബ്രീത്തബിളും വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ തപ്പി നോക്കുവാണ്. നടന്നു നോക്കട്ടെ. നോക്കൂ ഗൈസ്, ഷൂ മേടിച്ചതിന് ശേഷം മന്ദം നടന്നു പോവുകയാണ് എൻ്റെ ഭാര്യ. അതാണ് കംഫർട്ട് നോക്കിയേ ഷൂ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തൊരു ഷൂ മേടിക്കുന്നത്. അത് എത്ര നേരം എടുത്തു? നമ്മളൊരു 1/4 മണിക്കൂറെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടാകും. കുറഞ്ഞത് ഒരു 7-10 ഷൂ എങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്ര ഷൂ ട്രൈ ചെയ്തിട്ട് മേടിച്ചാണ്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? എനിക്ക് ഹീലിന് പെയിൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു കംഫർട്ട് എപ്പോഴും എല്ലാം ഇടുമ്പോൾ ചിലതൊന്നും അവിടെ പെയിൻ ഒരു ഇത് ഇടുമ്പോൾ തെന്നി പോകുന്നു. അതിന് അവർ തന്ന ബാഗ് ഒരു രസമുണ്ട്. കാണിച്ചേ, ബാഗ് ഒന്ന് കാണിച്ചേ. നല്ല രസമുള്ള ബാഗ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ തോളിലൊക്കെ ഇടാൻ പറ്റുന്നത്. ആ ക്ലീനർ സെറ്റ് ഒന്ന് കാണിച്ചേ. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഷൂ മെഷീൻ വാഷബിൾ അല്ല, സോ അതായത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, അവരൊരു ക്ലീനിങ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 3 സാധനമുണ്ട്: ക്ലീനർ, പ്രൊട്ടക്ടർ, പിന്നെന്തോ
റിഫ്രഷ്നർ. അപ്പോൾ എന്തായാലും 10 കൊണ്ടായിരുന്നു, പക്ഷേ ഒരെണ്ണം മേടിച്ചു. കാരണം ഷൂ നമ്മൾ 99. അപ്പോൾ ഇനി നമുക്ക് പോവാം. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ ലീഡ്സിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക. ബ്ലൂ ലൈറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു നിയർലി 7-8 പൗണ്ട് നമുക്ക് ലാഭം കിട്ടിയതിനകത്ത്. പൊന്നു വന്ന് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഉണ്ട്. എനിക്കിവിടെ വരുമ്പോൾ, ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളിടയ്ക്ക് ഇവിടെ ബോളിങ്ങിന് വരും. ബോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ബൗളിംഗ് ഉണ്ടല്ലോ, സൂപ്പർ ബൗളിംഗ്. അതിന് വന്നിട്ട് പൊന്ന് നിരുപാധികം തോറ്റു തുന്നം പാടുന്ന ചെറുതായിട്ട് വല്ലപ്പോഴും. ഞാൻ ഇത്തവണ നമുക്കൊന്ന് ഒന്നുകൂടെ ഭാഗ്യം പരീക്ഷിക്കാൻ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈം ആട്ടോ നമുക്കൊന്നുകൂടെ ഒരു വ്ളോഗിൽ കൂടെ തന്നെ നമ്മുടെ പരീക്ഷണങ്ങൾ നടത്താം. അല്ലേ പൊന്നു, എന്ത് പറയുന്നു? അറിയൂ. അപ്പം പ്രതികാരം വീട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ തവണ ബേബി ജയിച്ചു, 2ാം തവണ ബേബി തോപ്പിച്ചു, 3ാം തവണ ബേബി ജയിച്ചു, 4ാമതൊരു ചാൻസ് കിട്ടിയില്ല. അതെ, ചാൻസ് വരട്ടെ. തുറക്കുക. ഇവിടുന്ന് ലിഫ്റ്റ് കയറി ലെവൽ 1 പോയാൽ മതി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗിങ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു സാറ്റർഡേയിലെ ഒരു ഡേ ഇൻ ഓർ ലൈഫാണ് നമ്മൾ മെയിനായിട്ട് കാണിച്ചത്. ഇത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഷൂ എൻ്റെ കീറി പറഞ്ഞ് എന്തായാലും നോക്കി ഫ്രണ്ടിലത്തെ സുനെ കാണിച്ചു കൊടുക്കും. ഫ്രണ്ടിലത്തെ സുനൊക്കെ ഇളകി വന്നു. അവർ കോടീശ്വരം എപ്പോഴും ഷൂ ആണ്. ഫ്രണ്ടിലത്തെ സാധനമൊക്കെ ഇളകി വന്നപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് ഇനി എത്തിത്തരം കാണിക്കില്ലല്ലോ എന്നോർത്ത് ഷൂ വാങ്ങിച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് നേരെ ലീഡ്സിലോട്ട് പോവുകയാണ്. നമ്മൾ കാറിൻ്റെ പാർക്കിംഗ് ഫീസ് എല്ലാം പേ ചെയ്തിട്ടുണ്ട്. കാറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ ഇതുപോലെ എന്റർടൈനിങ് ആയിട്ടുള്ള ലൈഫ് വ്ലോഗ്സ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ കാണാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.